എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മത്തങ്ങ ഹലുവ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3/4 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങയുടെ തൊലി അതുപോലെ അരിയൊക്കെ കളഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് കഴുകി ഇതേ രീതിയിൽ കനം കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ച് ആവി വരാൻ തുടങ്ങി. ഇതുപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുത്തിട്ട് ആവി കയറ്റിയൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അത് നോക്കി നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മത്തങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റി നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മത്തങ്ങ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ മിക്സർ ജാർ എടുത്തു. ഇതിലോട്ട് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ചേർക്കാം. ഞാൻ 1/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയിലോട്ട് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. മത്തങ്ങ നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് ഞാനൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 7-8 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ആയി. ഇപ്പം ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ വീണ്ടും ഒരു 8 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നു. ഈ സമയം നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. കൂടാതെ നമ്മളിതിലോട്ട് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി അതിൽ ആ നെയ്യുണ്ടല്ലോ ഒന്ന് തെളിയുന്ന വരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഉരുണ്ട് വരുന്നൊരു പരുവുണ്ടല്ലോ അതുവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോക്കി എൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ടുണ്ട്. അതുപോലെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതാണ് പരുവം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു ട്രേ ആണെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം നെയ്യും പുരട്ടി അതുപോലെ വെളുത്ത എള്ളുണ്ടല്ലോ അതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിയിലുണ്ടല്ലോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അതാ നോക്കിയാൽ നമ്മുടെ ഹൽവയൊക്കെ നല്ലതായിട്ട് തണുത്തൊന്ന് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഇതുപോലൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പാത്രം ഒന്ന് കമത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് ഇളകി വരും. ഇതാ നോക്കിയാൽ നമ്മുടെ ഹൽവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഈ ഹൽവയ്ക്കുണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. മത്തങ്ങയൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.